ഇവിടെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. പയർന്നാണ് പേർ, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പയർന്നായി പോകുന്നുണ്ട്. എനിവേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. 33 എന്നാണ് നമ്മുടെ ഇവിടെ ഉണ്ട് കാർണിവൽ. ഇവിടെ മറ്റുള്ള കൺട്രികളിലേക്ക് പോകുന്ന വലിയ ക്രൂയിസ് ഷിപ്പ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ പ്രിസണിന് പോകുന്നുള്ള ചെറിയ ബോട്ടുകൾ, ക്രൂയിസ് ഷിപ്പുകൾ, ചെറിയ ബോട്ടുകൾ നമുക്ക് അവിടെയോട്ട് വേണം പോകാനായിട്ട്. ആദ്യമായിട്ട് ഇവിടെ വരുന്നത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടും പാർക്കിംഗ് ഒക്കെ ഇച്ചിരി ട്രബിൾ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കൂടെ വരും. ഇവിടെ ട്രാമിൻ്റെ ലൈനുണ്ട്, സൂക്ഷിച്ചിട്ടിങ്ങനെ ചാടി കയറും. ഞാൻ അറിയാതെ ആ സൈഡിലേക്കൊക്കെ പോയി, പിന്നെ ഒരു തരത്തിൽ ഓടിപ്പിച്ചെടുത്തു. കാരണം വഴി അറിയില്ല, പുഴ അറിയത്തില്ല. നമ്മളൊന്ന് കഴിയുമ്പോൾ ആദ്യം ഇച്ചിരി കുറങ്ങും. നമുക്ക് ഇവിടുന്ന് 1 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം. Hello, there is a public parking for the Pier 33. With the what? Public parking for the Pier 33. You got the Alcatraz cruises. You looking for a parking garage? Yeah. There's one across the street from Pier 39. Thank you. In 600 feet. ഈസി എന്നാൽ പാർക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പയർ 33 എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. പയർ 33 എന്ന് പറഞ്ഞാൽ ക്രൂയിസ്, അൽക്കാട്രസ് ക്രൂയിസ് നമ്മുടെ പ്രിസൺ ടൂറിന് പോവാണ്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ക്രൂയിസ് ടെർമിനൽ. നമ്മൾ ടിക്കറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ക്രൂയിസിൻ്റെ നല്ല ആളുണ്ടല്ലോ. ലക്കിലി നമുക്ക് ഫസ്റ്റ് ഇത് തന്നെ നമുക്കും കിട്ടി. ഞാനത് അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു, പോകാൻ പറ്റില്ലെന്ന് ഓർത്ത്. ഏതായാലും തന്നെ ആദ്യത്തെ ട്രിപ്പ് തന്നെ പോകാൻ പറ്റി. ഞാനിത് വാക്കിംഗ് വേക്കിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആൾക്കാരെല്ലാം കയറി. അൽക്കാട്രസ് ക്രൂയിസ് ലൈറ്റിംഗ് ഡിസ്വേ. പിന്നെ അകത്തെ കാഴ്ചകളാണ്. നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോയ സെയിം ക്രൂയിസിൻ്റെ സെയിം സെറ്റപ്പ്. ടീ, കോഫി, സ്നാക്സ് എല്ലാ സെറ്റപ്പും ഉണ്ട്. $53 ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ക്രൂയിസ് ഷിപ്പ് ബോർഡ് വിട്ടു. ഒന്ന് സെറ്റായപ്പോഴത്തേക്കും ബാഗൊന്നും ഇവിടെ വെക്കാൻ പറ്റത്തില്ല. കാരണം അടിച്ചു പൊട്ടിക്കുന്നുള്ള കാരണം ഓരോടത്തും നമ്മൾ ബാഗെല്ലാം ചുവന്നാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അൽക്കാട്രസ് ക്രൂയിസ് സിറ്റി പോട്ടോ. അൽക്കാട്രസ് പോയിട്ട് വരാം. നമ്മുടെ യാത്ര തുടങ്ങിയത് അവിടെ നിന്ന് കേട്ടോ. അവിടെ നിന്ന് ഇതാണ് നമ്മുടെ ബോഡി, ഫയർ 33 എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്. അതെ, നമ്മൾ നേരെ വന്നിരിക്കുന്ന അൽക്കാട്രസ് പ്രിസൻ്റെ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ത്യൻസ് വെൽക്കം. Closed in 1963. A few years later, 69 to 71, a 19-month historic native occupation occurred on this very island. Those 19 months, to date, the longest occupation of any federal land in US. To learn more about the who, the what, the... ഹലോ ഗൈസ്, ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് പ്രിസനാണ്. അമേരിക്കയിലെ കൊടും കുറ്റവാളികളെ താമസിച്ചുകൊണ്ടിരുന്ന പ്രിസൺ 1963 സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇത് 1967 വീണ്ടും പിന്നെ ഇത് ഫിക്സ് ചെയ്യാനായിട്ടും മില്യൺസ് ഓഫ് ഡോളേഴ്സ് വേണ്ട കാരണം അതവർ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഇത് ടൂറിസ്റ്റ് സെൻ്ററായി മാറിയിരിക്കുകയാണ്. ഈ കൊടും കുറ്റവാളികളെ താമസിപ്പിച്ച പ്രിസൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പല ഏരിയാസും ക്ലോസ് ചെയ്തിരിക്കുകയാണ്.
മിലിറ്ററി വർക്ക്ഷോപ്സ്, സ്കൂൾ ഹൗസ് 1918 മുതൽ 1933 വരെയുള്ള സ്ഥലം. Peace and free porn welcome, home of the free Indian land. ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇതിനകത്തായിരുന്നു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പറയുന്നത് ഗൺബോ. ഇതാണ് ഇവിടുത്തെ അൽക്കാട്രാസിലെ സെല്ലിലെ കാഴ്ച. അതിനകത്ത് ഉള്ളിൽ കയറി കാണാം. ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സും ഷൂസും ഒക്കെയാണ്, ടവൽസും ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടിരിക്കുന്നത്. ടവൽസൊക്കെ പഴയത് കൊണ്ടിട്ടിരിക്കുന്നതായിരിക്കും, പക്ഷേ എങ്കിലും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഷവറാണ് കേട്ടോ, ഷവർ ഏരിയ, ആൾക്കാർക്ക് കുളിക്കാനുള്ള സ്ഥലം. ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ഡെഹാറ്റു ജർമ്മനിയിലുള്ള പോലെയൊക്കെ ഒരു സെറ്റപ്പ് തോന്നും കണ്ടു കഴിഞ്ഞാൽ. Hopi Indians who resisted US government policy and World War Council objectives. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരാണ് സ്പൂൺ കൊണ്ട് ഡിഗ് ചെയ്ത് ഇവർ രക്ഷപ്പെട്ട് വിടുന്നത്. പക്ഷേ അവർ വെള്ളത്തിൻ്റെ അവിടെ ഒന്ന് സ്ലിപ്പായിട്ട് അവിടെ നിന്ന് പിന്നെ കാണാതായെന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലെന്നാണ്. പ്രസൻ ലൈബ്രറിയാണ് ഇവിടെ. തണുപ്പിനൊക്കെ ഒരു ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ നിൽക്കാന്നുള്ളൂ കേട്ടോ. നമുക്ക് പ്രശ്നകത്ത് കയറാം കേട്ടോ. ഇവിടുത്തെ ഫേമസ് നൊട്ടോറിയസ് ആൾക്കാരായിരുന്നു. ഇവിടുത്തെ ഡൈനിങ് ഹാളാണ് കാണുന്നത് കേട്ടോ. ഇതാണ് ഗായ്സ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ അൽക്കാട്രാസ് പ്രിസണിൽ നിന്ന് ഇത്ര ഒരു വ്യൂ ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. റിക്രിയേഷൻ യാർഡുകളായിരുന്നു ഗായ്സ്. എനിക്ക് പ്രിസണേഴ്സിന് ഇവിടെ വന്ന് കളിക്കുമോ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു എനിക്ക്. Wow. Wow, it's look good. It looks really good. ഇവിടത്തേക്ക് ഫുഡും വേസ്റ്റും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ സ്പീഡ്. ഇറ്റ്സ് എ സ്പീഡ് ബോട്ട് ഇതാണ്. താങ്ക് യു. നമ്മളിവിടുന്ന് പിരിയാം കേട്ടോ. അൽക്കാട്രാസിൽ നിന്ന് പോയിട്ട് വരാൻ വെറും 5 മിനിറ്റ് മതി കേട്ടോ. അതായത് കരയോടെ എടുക്കുക നമ്മൾ. നിങ്ങൾ അൽക്കാട്രാസിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. റെയർ ക്ലിപ്പുകൾ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിച്ചു. അപ്പം താങ്ക് യു ഗായ്സ്.